Hi all. മൊഡ്യൂൾ 2-ലെ എഫക്റ്റ് ഓഫ് കോമ്പാക്ഷൻ ഓൺ സോയിൽ പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഫക്റ്റ് ഓഫ് കോമ്പാക്ഷൻ ഓൺ സോയിൽ പ്രോപ്പർട്ടീസ്. ഫോളോയിങ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ വിച്ച് ഗെറ്റ് അഫക്റ്റഡ് ബൈ ദി കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ കാരണം സോയിൽ അഫക്റ്റ് ചെയ്യുന്ന സോയിൽ പ്രോപ്പർട്ടീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, സോയിൽ സ്ട്രക്ചർ, സ്വെല്ലിംഗ് ഓഫ് സോയിൽ, ഷ്രിങ്കേജ് ഓഫ് സോയിൽ, പോർ വാട്ടർ പ്രഷർ, സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് സോയിൽ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് നോക്കാം. Permeability. Compaction reduces the voids present in the soil, hence permeability reduces. Compact ചെയ്യുമ്പോൾ void എന്നുള്ളത് കുറയും, അതുകൊണ്ട് തന്നെ permeability of the soil എന്നുള്ളത് reduce ചെയ്യും. At a particular density for the same soil sample, permeability is more for soils which are compacted to dry of optimum than those compacted to wet of optimum. Wet of optimum, dry of optimum നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമവും വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ വെറ്റ് ഓഫ് ഒപ്റ്റിമവും ആണ്. ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയിൽ സെയിം സോയിൽ സാമ്പിളിന് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിന് കൂടുതലും ആയിരിക്കും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. കംപ്രസിബിലിറ്റി. ദ കംപ്രസിബിലിറ്റി ഓഫ് സോയിൽ കോമ്പാക്റ്റഡ് സോയിൽ വേരീസ് അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് പ്രഷർ അപ്ലൈ. എത്ര പ്രഷറാണോ നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ സോയിലിൽ കൊടുക്കുന്നത് അതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്രസിബിലിറ്റി ഓഫ് ദി സോയിൽ എന്നുള്ളത് വേരി ചെയ്യുന്നത്. ഫോർ ലോ പ്രഷർ റേഞ്ച് കംപ്രസിബിലിറ്റി ഈസ് മോർ ഫോർ സോയിൽസ് വിച്ച് ആർ കോമ്പാക്റ്റഡ് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം ദാൻ സോയിൽ കോമ്പാക്റ്റഡ് ടു ഡ്രൈ ഓഫ് ഒപ്റ്റിമം. ലോ പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വെറ്റ് ഓഫ് ഒപ്റ്റിമം സോയിൽ കോമ്പാക്ട് ചെയ്ത സോയിലിൻ്റെ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിനെക്കാട്ടും. അതേസമയം ഫോർ high pressure range compressibility is more for soils which are compacted to dry of optimum than soil compacted to wet of optimum. High pressure range ആണ് കൊടുക്കുന്നതെങ്കിൽ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം കോമ്പാക്ട് ചെയ്ത സോയിലിനായിരിക്കും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിനെക്കാട്ടും കംപ്രസിബിലിറ്റി കൂടുതൽ. തേർഡ് വൺ, ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ കോമ്പാക്റ്റഡ് ടു dry of optimum is more than those compacted to wet of optimum at lower strain. ലോവർ സ്ട്രെയിൻ വാല്യൂസ് കുറവായിരിക്കുന്ന സമയത്ത് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം സോയിൽ കോമ്പാക്ട് ചെയ്തിരിക്കുന്നതിന് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിനെ കാട്ടും. അറ്റ് ഹയർ സ്ട്രെയിൻ സോയിൽ കോമ്പാക്ട് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം വിൽ ഹാവ് മോർ ഷിയർ സ്ട്രെയിൻ. ലോവർ സ്ട്രെയിനിൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സോയിൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ. ഹയർ സ്ട്രെയിനിൽ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിനായിരിക്കും ഷിയർ സ്ട്രെങ്ത് കൂടുതൽ. ടൈപ്പ് ഓഫ് കോമ്പാക്ഷൻ, ഡ്രെയിനേജ് കണ്ടീഷൻ ആൻഡ് ടൈപ്പ് ഓഫ് സോയിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി കോമ്പാക്റ്റഡ് സോയിൽ. കോമ്പാക്റ്റഡ് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്തിനെ ടൈപ്പ് ഓഫ് കോമ്പാക്ഷനും ഡ്രെയിനേജ് കണ്ടീഷനും അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് സോയിലും ഡിപ്പെൻഡ് ചെയ്യും. Soil structure. Soil compacted to dry of optimum have flocculated structure due to the attraction between soil particles because of low water content. സോയിൽ കോമ്പാക്റ്റഡ് ടു ഡ്രൈ ഓഫ് ഒപ്റ്റിമം. ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് സോയിൽ പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷനാണ്. സോയിൽ കോമ്പാക്റ്റഡ് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം ഹാവ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ഡ്യൂ ടു റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ സോയിൽ പാർട്ടിക്കിൾസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ വാട്ടർ കണ്ടൻറ്റ്. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറാണ്. അതിന് കാരണം എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ സോയിൽ പാർട്ടിക്കിൾസ്. ഹൈ വാട്ടർ കണ്ടൻറ്റ് കാരണം സോയിൽ പാർട്ടിക്കിൾസിൽ നിന്നാൽ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് കാരണമാണ് വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആവുന്നത്. അതേസമയം ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിൽസിന് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറാണ്. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ബിക്കോസ് ഓഫ് ദി ലോ വാട്ടർ കണ്ടൻറ്റ്. Next one, swelling of soil. When the soil is compacted to dry of optimum, the soil is in need of water and it swells easily when contacted with the water. നമ്മൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലാണ് നമ്മൾ സോയിൽ കോമ്പാക്ട് ചെയ്തതെങ്കിൽ അവിടെ വെള്ളം ആവശ്യമാണ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ വെൻ ദ സോയിൽ സാമ്പിൾ കംസ് ഇൻ കോണ്ടാക്ട് ടു വാട്ടർ, അവിടെ എന്താ സംഭവിക്കും, വെള്ളം എന്നുള്ളത് കൂടുതലായിട്ട് എടുക്കും, അവിടെ സ്വെല്ലിംഗ് എന്നുള്ളത് ഹാപ്പൻ ചെയ്യും.
When the soil is compacted to wet of optimum, the soil particles are oriented in a dispersed manner and swelling does not occur. Wet of optimum ആകുമ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് നല്ലൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വാട്ടറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ സോയിൽ എന്ന് പറയുന്നത് വാട്ടർ എടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡിസ്പേഴ്സ്ഡ് മാനർ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് മാനറിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ദർ വിൽ ബി no swelling. So to avoid swelling, soil should be compacted to wet of optimum. Wet of optimumത്തിൽ സോയിൽ കോമ്പാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വെല്ലിംഗ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്വെല്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ സോയിൽ കോമ്പാക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, shrinkage of soil. Shrinkage is more for the soil compacted to wet of optimum than dry of optimum. ഷ്രിങ്കേജ് എന്ന് പറയുന്നത് സോയിൽ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് കൂടുതലും ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് കുറവുമായിരിക്കും. ഇൻ കേസ് ഓഫ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം കോമ്പാക്ഷൻ, സോയിൽ പാർട്ടിക്കിൾസ് ആർ ഇൻ റാൻഡം ഓറിയൻറ്റേഷൻ ആൻഡ് ദേ ആർ ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ. ഡ്രൈ ഓഫ് ഒപ്റ്റിമം കോമ്പാക്ഷനിൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് അവിടെ റാൻഡം ഓറിയൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് വെറ്റ് ഓഫ് ഒപ്റ്റിമം, സോയിൽ പാർട്ടിക്കിൾസ് ആർ ഇൻ പാരലൽ ഓറിയൻറ്റേഷൻ ആൻഡ് ദേ ആർ അൺസ്റ്റേബിൾ വിച്ച് മേക്സ് ഇറ്റ് ഈസി ഫോർ പാക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് കോസിങ് ഷ്രിങ്കേജ്. വെറ്റ് ഓഫ് ഒപ്റ്റിമം ആവും അതിൽ കോമ്പാക്ട് ചെയ്ത സോയിലിൽ അവിടെ പാരലൽ ഓറിയൻറ്റേഷനാണ്. അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസ് എന്നത് അൺസ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പാക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് ഉണ്ടാവും, ചുരുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് അതിൻ്റെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ. ക്രാക്സ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഷ്രിങ്കേജ് കാരണം. വെറ്റ് കോമ്പാക്റ്റഡ് സോയിലിൽ ഷ്രിങ്കേജ് കാരണം ക്രാക്സ് ഫോം ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പോർ വാട്ടർ പ്രഷർ. Pore water pressure is high for those soil whose water content is high. വാട്ടർ കണ്ടൻറ്റ് ഹൈ ആണെങ്കിൽ അവിടെ പോർ വാട്ടർ പ്രഷർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. വാട്ടർ കണ്ടൻറ്റ് എപ്പോഴാണ് ഹൈ ആവുന്നത്, വെറ്റം ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. ഹെൻസ് സോയിൽ കോമ്പാക്റ്റഡ് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം കോമ്പാക്ഷൻ വിൽ എക്സിബിറ്റ് മോർ പോർ വാട്ടർ പ്രഷർ ദാൻ സോയിൽ കോമ്പാക്റ്റഡ് ടു ഡ്രൈ ഓഫ് ഒപ്റ്റിമം. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, കറസ്പോണ്ടിംഗ്ലി പോർ വാട്ടർ പ്രഷറും കൂടുതലായിരിക്കും. ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിന് വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. സോ അവിടെ പോർ വാട്ടർ പ്രഷർ എന്നുള്ളത് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് സോയിൽ. Soil compacted to dry side of optimum will take more stress for little strain. Hence, stress strain curve of this type of soil is much steeper than the and elastic modulus is more. ഡ്രൈ സൈഡ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്യുന്ന സോയിലിന് അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സ്ട്രെസ് സ്ട്രെയിനിന് ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരുമ്പോൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സ്റ്റീപ്പർ ആയിരിക്കും. സ്റ്റീപ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ എലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് വിൽ ബി എ ഗ്രേറ്റർ വാല്യൂ. ഇങ്ങനെ സോയിൽ കോമ്പാക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ബ്രിട്ടിൽ ഫെയിലിയർ ആണ് ഒക്കർ ചെയ്യുന്നത്. സിമിലർലി സോയിൽ കോമ്പാക്റ്റഡ് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം വിൽ പ്രൊഡ്യൂസ് മോർ സ്ട്രെസ് ഈവൻ ഫോർ എ സ്മോൾ സ്ട്രെയിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞ് സ്ട്രെയിനിന് വളരെ വലിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെസ്സും എവിടെ ക്രിയേറ്റ് ചെയ്യും, വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്യുന്ന സോയിൽ ക്രിയേറ്റ് ചെയ്യും. ഹെൻസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ ദിസ് കേസ് ഇസ് മച്ച് ഫ്ലാറ്റർ. അവിടെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് ഉണ്ടാകുന്നത്. ഫ്ലാറ്റർ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് ഉണ്ടാകുന്നത്. അവിടെ എലാസ്റ്റിക് മോഡുലസ് എന്നുള്ളത് ലോ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഡ്രൈ കോമ്പാക്ട് ഇതാണ്. സ്റ്റീപ്പർ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. വെറ്റ് കോമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് മോസ്റ്റ്ലി ഫ്ലാറ്റർ ആണത്. അവിടുത്തെ എലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. താങ്ക് യു.